നവകേരളം സർവേ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്. ഈ സർവേയുമായി വീട്ടിൻ്റെ ഉമ്പറത്തേക്ക് വരുന്ന ആളുകളെ ആട്ടിപ്പായിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. 20 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും മുടക്കി 85,000 സന്നദ്ധ സേനകൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. കുറേ സഖാക്കന്മാരെ സന്നദ്ധ സേനയാക്കി അവരെല്ലാം ഗൃഹസന്ദർശനം നടത്തുകയാണ്. അത് എല്ലാ വീട്ടിലും ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശം. അങ്ങനെ സഖാക്കൾ ഇപ്പോൾ കയറി ഇറങ്ങി നടക്കുകയാണ് എല്ലാ വീടുകളിലും. കേരളത്തെക്കുറിച്ച് നാളെ ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനങ്ങൾ മുഴുവൻ മൊണ്ടിപ്പിച്ച് നശിച്ച് കരക്കോല് വരെ ഉരുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ സർവേ നടത്തി നന്നാക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് പറയുന്ന ആ സർവേയിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്തി അതിൻ്റെ പേരിൽ വോട്ടാക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ നവകേരളം സർവേ എന്നൊരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് 20 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിരവധി സഖാക്കൾ ഈ സർവേയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. നവകേരളം സർവേ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അതായത് നവകേരളം കർമ്മ പദ്ധതി എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി 10 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട പല കാര്യങ്ങളിൽ ലക്ഷ്യം നേടിയിട്ടില്ല. ഇത് ഏറെക്കുറെ അത് എല്ലാം പൂർണ്ണമായും അവതാളത്തിലാണ്, തകർന്നു കിടക്കുകയാണ്. നവകേരളം കർമ്മ പദ്ധതി കുഴിച്ചു മൂടിയ ശേഷം നവകേരള സർവേ നടത്തുന്നതിന് എന്താ അർത്ഥം? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 20 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും മുടക്കി 85,000 സന്നദ്ധ സേനകൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. സന്നദ്ധ സേന എന്ന് പറയുന്ന ആരാ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ കൊടുത്ത പേരനുസരിച്ച് കുറേ സഖാക്കന്മാരെ സന്നദ്ധ സേനയാക്കി അവരെല്ലാം ഗൃഹസന്ദർശനം നടത്തുകയാണ്. ഈ ഗൃഹസന്ദർശനത്തിനടുത്ത് ഇടയിൽ 4 ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യാവലിയായിട്ട് പോകുമെന്ന് പറഞ്ഞു. വികസനത്തെ സംബന്ധിച്ച് ചോദ്യാവലിക്ക് ഈ അവസാന കാലത്ത് എന്താ ആസക്തി? ഭരണം കിട്ടുമ്പോൾ ചോദ്യാവലിയായി പോവുകയാണെങ്കിൽ അതിന് അർത്ഥമുണ്ട്. ഇനിയും അടുത്ത ആഴ്ച ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇനി വികസന പരിപാടിയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള മാർഗ്ഗരേഖ നിലയിൽ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരർത്ഥമില്ല. പക്ഷേ അതല്ല ലക്ഷ്യം. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെന്ന് പറഞ്ഞ ഒരു വാറോല ഉണ്ടാക്കി അത് ലഘുലേഖ രൂപത്തിൽ ഇങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക ഇങ്ങനെ പെരിപ്പിച്ച് അത് എല്ലാ വീട്ടിലും ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശം. അങ്ങനെ സഖാക്കൾ ഇപ്പോൾ കയറി ഇറങ്ങി നടക്കുകയാണ് എല്ലാ വീടുകളിലും. ഒന്നാമത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്നും വലിയ പ്രഹരം കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാനി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ നടത്തുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ സന്നദ്ധ സേനാംഗങ്ങൾക്ക് കിട്ടുന്ന ജനങ്ങളുടെ മറുപടി വളരെ രൂക്ഷമായതുകൊണ്ട് പലർക്കും വീട്ടിൽ കയറാൻ മടിയാണ്. അതുകൊണ്ട് പലരും ചോദിക്കുന്നത് സ്വർണ്ണക്കള്ളയെക്കുറിച്ചാണ്. അതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സഖാക്കന്മാരെ കാണുമ്പോൾ വീട്ടമ്മമാർ കണക്ക് പുറത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർവേ ആദ്യഘട്ടം തന്നെ സമ്പൂർണ്ണമായ പരാജയമാണ്. രണ്ടാമത് ഇതുപോലൊരു വ്യാജ സർവേ നടത്തിയാണ് അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എവിടെ ഉണ്ടാവാനാണ്? അല്ലെങ്കിൽ അതിദാരിദ്ര്യം ഇവിടെ 4 ലക്ഷം കുടുംബങ്ങൾക്കാണ് റേഷനരി സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൂടെ ഇല്ലാതാക്കുന്ന അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി അത് വോട്ടാക്കി മാറ്റാമെന്നുള്ളതാണ് ധാരണ. പണ്ട് കിറ്റ് കൊടുത്തതിൻ്റെ പേരിൽ വോട്ട് കിട്ടിയതിൻ്റെ പേരിൽ പ്രഖ്യാപനങ്ങൾ നടത്തി കള്ളപ്രചരണങ്ങൾ നടത്തി വോട്ട് പിടിക്കാനുള്ള ഒരു കള്ളക്കളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനം മുരടിച്ചിരിക്കുകയാണ്. കേരളം മുടിഞ്ഞിരിക്കുകയാണ്. 5 ലക്ഷം കടക്കണിയിലാണ്. ഈ കടക്കണിയിൽ ഇത്രയും പെട്ടിട്ടും ശമ്പളം പെൻഷനൊക്കെ കൊടുത്തു എന്നല്ലാതെ ഏതെങ്കിലും ഒരു വികസന സംരംഭം എടുത്തു പറയാവുന്നുണ്ടോ? ഇവിടെ ആഗോള നിക്ഷേപ സംഗമം, ലോക കേരള സഭ, ധാരാളം സംഭവങ്ങൾ നടന്നു. അതിൽ കൂടുതൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മണ്ണാങ്കട്ട ഉണ്ടായിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെയും ചെലവ് മാമാങ്കങ്ങൾ നടത്തിയതല്ല, വേറൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന നവകേരളം കർമ്മപദ്ധതിയിലെ ആർദ്രം, ലൈഫ്, ഹരിത കേരളം, വിദ്യാഭ്യാസ യജ്ഞം, റീബിൽ കേരള എല്ലാം പോയി. വിദ്യാഭ്യാസ രംഗത്ത് എന്താ? കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയരാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. മാതൃകാ വിദ്യാലയങ്ങൾ ഉണ്ടാക്കും. ഇവിടെ എന്ത് മാതൃകയാണ്? കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം, വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗവും സെക്കൻഡറി വിദ്യാഭ്യാസ രംഗവും എല്ലാം നിലവാര തകർച്ച മൂലം ഇവിടുത്തെ ബിരുദങ്ങൾക്ക് കടലാസിൻ്റെ വില പോലുമില്ല. ഈ ബിരുദങ്ങൾ കൊണ്ടുപോയാൽ വിദേശ രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒന്നും ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി ഒഴുകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് തന്നെ വെന്റിലേറ്ററിലാണ്. ആദ്യം പദ്ധതി പൊളിഞ്ഞ് പോളിഷായി. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ ഡോക്ടറില്ല, മരുന്നില്ല, കുറിപ്പടി മാത്രം. അതേസമയം ചികിത്സ ചൂഷണമാക്കിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖല
വ്യക്തമായ മുരടിപ്പാണ്. കാർഷിക മേഖല ഉൽപ്പാദനക്ഷമതയിലെല്ലാം അഖിലേന്ത്യാ ശരാശരിയേക്കാൾ വളരെ താഴെയാണ്. കേരളത്തിലെ പൊതുമേഖലാ വ്യവസായങ്ങളെല്ലാം പൂർണ്ണമായ തകർച്ചയിലാണ്. പുതിയ വ്യവസായ സംരംഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളം ഉൽപ്പാദന മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുരടിപ്പ് ഭീകരമാണ്. വളരെ പ്രതീക്ഷാനിർഭരമായിരുന്ന IT, ടൂറിസം തുടങ്ങിയ മേഖലയെല്ലാം പ്രതിസന്ധി നിന്ന് മാത്രമല്ല തകർന്ന് തരിപ്പണമായി. അപ്പോൾ കേരളത്തെക്കുറിച്ച് നാളെ ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനങ്ങൾ മുഴുവൻ വർദ്ധിപ്പിച്ച് നശിച്ച് കരക്കോല് വരെ ഉരുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ സർവേ നടത്തി നന്നാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സർവേ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഈ സർവേയുമായി വീട്ടിൻ്റെ ഉമ്പറത്തേക്ക് വരുന്ന ആളുകളെ ആട്ടിപ്പായിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നവകേരളം സർവേ എന്ന് പറയുന്ന ആ സർവേയിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്തി അതിൻ്റെ പേരിൽ വോട്ടാക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഈ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. UDFൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ എങ്ങനെയാണ്? എത്ര സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്? കേരളത്തെ സംബന്ധിച്ചോളം UDFനെ സംബന്ധിച്ചോളം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു 85 സീറ്റുകളോളം മുൻതൂക്കമുണ്ട്. അതിനേക്കാൾ കൂടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും പാറ്റേൺ വേറെയാണ്. കേരളത്തെ സംബന്ധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ വോട്ട് കൂടും, തദ്ദേശത്ത് വളരെ കുറയും. മിഡിൽ പാത്തിലാണ് പലപ്പോഴും ഇത്. അങ്ങനെ വരുമ്പോഴത്തേക്കൊണ്ട് 100 സീറ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഉറച്ച 40 സീറ്റുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ UDFന് ഉറച്ച സീറ്റുണ്ടെങ്കിൽ ഈ ശക്തമായ പ്രചരണത്തിലൂടെ തീർച്ചയായും ഒരു 100 സീറ്റ് വരെ എത്തിക്കാൻ കഴിയും. മാത്രമല്ല നിഷേധാത്മകമായ മുദ്രാവാക്യങ്ങളല്ല ഉള്ളത്. ഗവൺമെൻറ്റിൽ ഈ പുതിയ ഗവൺമെൻറ് വന്നാൽ ബദൽ പദ്ധതികൾ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ഒരു വികസന യാത്ര അല്ലെങ്കിൽ ഒരു പ്രചാരണ യാത്രയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള UDFൻ്റെ കാഴ്ചപ്പാട് സുവ്യക്തമാകും. ഈ സർവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകളിൽ സഖാക്കൾ കയറിയിറങ്ങുന്നു. എന്നാൽ ഈ സ്വർണ്ണക്കേസ് ഉൾപ്പെടെയുള്ള വിഷയം നിലനിൽക്കുന്നതിനാൽ വീട്ടമ്മമാർ ഉൾപ്പെടെ സഖാക്കളെ ആട്ടിപ്പായിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ് ചെറിയാൻ ഫിലിപ്പും നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.